ഹലോ ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസം നിഫ്റ്റിയിലും ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ട അതിശക്തമായ ഒരു റാലിക്ക് ഇന്ന് ചെറിയ രീതിയിലൊരു കൺസോൾട്ടേഷൻ ആയിട്ടുണ്ട്. എല്ലാ ഇൻഡെക്സിലും അല്ല, അറ്റ്ലീസ്റ്റ് ബാങ്ക് നിഫ്റ്റിയിൽ. നമ്മൾ ഇന്ന് രാവിലെ ഈ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ കോൾ സൈഡിൽ അഗ്രസീവായിട്ട് ഷോർട്ട് പൊസിഷൻസ് എല്ലാം തന്നെ ആഡ് ചെയ്തിട്ടുള്ളത് മാർക്കറ്റിന് മുന്നോട്ടുള്ള ആ ഒരു വേഗതക്ക് ചെറിയൊരു വേഗത കുറയ്ക്കും, ആ ഒരു മുന്നോട്ടുള്ള ഒരു ആക്സലറേഷൻ കുറയ്ക്കുമെന്ന് നമ്മൾ കണ്ടിരുന്നു. ഏകദേശം അതിന് സമാനമായ രീതിയിൽ മാർക്കറ്റ് ഇന്ന് ബിഹേവ് ചെയ്തു. പക്ഷേ നിഫ്റ്റിയും സെൻസെക്സും ബുള്ളിഷ്നെസ് കണ്ടു. ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്ത ആളുകൾക്ക്, എസ്പെഷ്യലി ഓപ്ഷൻ സെല്ല് ചെയ്ത ആളുകൾക്കെല്ലാം തന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇന്ന് കൺസോൾഡേറ്റ് ചെയ്ത് നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ട്രേഡിങ് അവസാനിപ്പിച്ചു. ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് നോക്കുമ്പോൾ ആദ്യമായിട്ട് ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ ശക്തമായ രീതിയിൽ ഒരു റാലി രേഖപ്പെടുത്തി. യൂറോപ്യൻ മാർക്കറ്റും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവാണ്. അവിടുത്തെ സെയിൽസ് ഡേറ്റ വന്നു, അത് പോസിറ്റീവ് ഡേറ്റയാണ്. റീറ്റെയിൽ സെയിൽസ് ഡേറ്റ പോസിറ്റീവായിട്ട് വന്നു. ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പെർ ഔൺസിന് $2050 നിന്ന് സ്ലൈറ്റ്ലി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. കൂടാതെ തന്നെ ഇന്ന് ബിറ്റ് കോയിൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത് 43,500 ബാങ്ക് നിഫ്റ്റി സ്ലൈറ്റ്ലി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. നിഫ്റ്റി ആക്ച്വലി ഇന്ന് ചൊവ്വാഴ്ച ദിവസത്തെ ഹൈ ആണ് നിഫ്റ്റിയുടെ ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാണാൻ സാധിക്കും ട്യൂസ്ഡേ ലോ എന്നുള്ളത്. ആ ഒരു പോയിന്റിൽ തന്നെ നിഫ്റ്റി ഇന്ന് ലോ ക്രിയേറ്റ് ചെയ്തു. എന്നാൽ അവിടെ നിന്ന് സെക്കൻഡ് ഹാഫിൽ ശക്തമായ രീതിയിൽ നിഫ്റ്റി 20,935 വലിയ രീതിയിൽ ഒരു കുതിപ്പ് നടത്തി. നിഫ്റ്റി 89 പോയിന്റ്, സെൻസെക്സ് 378 പോയിന്റ് റാലി രേഖപ്പെടുത്തിയപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ 176 പോയിന്റിൻ്റെ ഒരു സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഓപ്പൺ ഇൻട്രസ്റ്റിന് വളരെ വലിയ രീതിയിലുള്ളൊരു പ്രാധാന്യമാണ്, എസ്പെഷ്യലി ഓപ്ഷനിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് അവർ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സെറോദയിലെല്ലാം തന്നെ സെൻസിബിളിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. അത് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ് സെറോദ ഉപയോഗിക്കുന്ന ആളുകൾക്ക്. അല്ലാത്ത ആളുകൾക്ക് മറ്റുള്ള ഒബ്സ്ട്രാഡ്ജ് പോലെയുള്ള വേറെ ഓപ്പൺ ഇൻട്രസ്റ്റുകളെല്ലാം തന്നെ അനലൈസ് ചെയ്തതിന് ശേഷം എവിടെയാണ് കോളിലും പുട്ടിലും കൂടുതൽ ആളുകളുള്ളത് അതനുസരിച്ചൊക്കെ നമ്മൾ ട്രേഡുകളെല്ലാം തന്നെ പ്ലാൻ ചെയ്യുക. അത് നമ്മൾ രാവിലെ മാത്രം നോക്കിയാൽ പോരാ. ട്രേഡ് ചെയ്യുന്ന ആ ഒരു ഉടനീളം നമ്മൾ ആ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിയാൽ മാത്രമാണ് മാർക്കറ്റിലുള്ള ആ ഒരു സെൻറ്റിമെൻറ്റ്സ് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാകുന്നത്, ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾ മാത്രമാണോ അതോ ഒരു സാധാരണ ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ ഇത് നോക്കേണ്ടതായിട്ട് ഉണ്ടോ എന്ന് ചോദ്യത്തിനുള്ള ഉത്തരം, ഇത് ഇക്വിറ്റിയിലും ട്രേഡ് ചെയ്യുന്ന ആളുകൾ നോക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓപ്ഷൻ ചെയ്തില്ലെങ്കിൽ കൂടിയും ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിയാൽ മാത്രമാണ് മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ക്ലാസ് റൂമിൽ ഇരുന്ന് ഏറ്റവും കുറഞ്ഞ ഫീസിൽ നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കാലിക്കട്ടും കൊച്ചിയിലും നമ്മുടെ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുമ്പോൾ ഇന്ന് ബറാബറാണ്. 1905 കമ്പനീസ് ഇന്ന് കഴിഞ്ഞ ദിവസം ക്ലോസിന് മുകളിൽ ക്ലോസ് ചെയ്തപ്പോൾ 1027 കമ്പനീസ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നിഫ്റ്റിയിൽ ഇന്ന് ശക്തമായൊരു റാലി രേഖപ്പെടുത്തിയിട്ടുള്ളത് എസ്പെഷ്യലി IT കമ്പനിയാണ്. ഇന്നലെ നാസ്ഡാക്ക് ഗ്രീനിൽ ക്ലോസ് ചെയ്ത് നമ്മൾ കണ്ടിരുന്നു. വിപ്രോ 4%, മൈട്രി 3%, ITC 2.5%, L&Tയും TCSും 2.5% റാലി രേഖപ്പെടുത്തിയപ്പോൾ ഏതാനും ദിവസത്തെ ഒരു റാലിക്ക് ശേഷം അദാനി എൻ്റർപ്രൈസസിൽ ഒരു 2.5% പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഐഷർ മോട്ടോഴ്സ്, NTPC, സിപ്ല, അൾട്രാടെക് സിമെൻറ്റ് തുടങ്ങിയ കമ്പനീസാണ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട മറ്റു കമ്പനീസ്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ നിഫ്റ്റി ഇപ്പോൾ 20,150 കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു റെഡ് കളറുള്ളത് പുട്ട് ഷോർട്ട് ചെയ്ത ആളുകളാണ്, ഗ്രീൻ കളറുള്ളത് കോള് ഷോർട്ട് ചെയ്ത ആളുകളാണ്. ഇരുവിഭാഗവും വലിയ രീതിയിൽ ഒരു തുല്യ ശക്തികളായിട്ട് നിൽക്കുന്നുണ്ട്. കോൾ സൈഡിൽ 21,000 റേഞ്ചുകളെല്ലാം തന്നെ അഗ്രസീവായിട്ട് കോൾ പൊസിഷൻസ് എല്ലാം തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 20,800, 20,500 തുടങ്ങിയ റേഞ്ചുകൾ പുട്ട് സൈഡിൽ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തേക്കാം. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് $220 പെർ ഔൺസ് എന്ന നിലയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ 83.41 രൂപ. ബ്രന്റ് ഓയിൽ $76.43 പെർ ബാരൽ എന്ന നിലയിലാണ്. ഇപ്പോൾ ഇന്ന് പുട്ടിനെല്ലാം തന്നെ ഇപ്പോൾ അബുദാബിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഒപെക് രാജ്യങ്ങളായിട്ട് മീറ്റിങ്ങുകളുണ്ട്. ഔട്ട്പുട്ടെല്ലാം തന്നെ കുറച്ചേക്കാം. ഈ ഒരു ബ്രന്റ് ഓയിൽ ശക്തമായി ഫോൾ രേഖപ്പെടുത്തി. കാരണം കഴിഞ്ഞ ദിവസം
ചൈനേനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ചൈനയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓസ്ട്രേലിയൻ മാർക്കറ്റ് ശക്തമായ റാലി. ചൈനീസ് മാർക്കറ്റ് മാത്രം റെഡിലടച്ചു. കോസ്പി ഫ്ലാറ്റാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് റാലി രേഖപ്പെടുത്തി. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് പോസിറ്റീവിൽ ട്രേഡിംഗ് തുടരുന്നുണ്ട്. CAC 40 FTSE തുടങ്ങിയ യൂറോപ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിൽ ട്രേഡിംഗ് തുടരുന്നുണ്ട്. MOX റഷ്യൻ മാർക്കറ്റാണ് 1.5% ഫോള്. ബിറ്റ്കോയിൻ കാണാം 33,480. ഇന്ത്യ വിക്സ് 2% സ്പൈക്ക് ഉണ്ടായി 13.74. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റായ രീതിയിലാണ്. അപ്പോൾ വിക്സ് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സെല്ലേഴ്സിലെല്ലാം തന്നെ അവരുടെ ബിസിനസ്സുകളെല്ലാം തന്നെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ബൈ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക. കാരണം ഉയർന്ന വിക്സാണ്. പെട്ടെന്ന് വിക്സ് ഫോൾ ആയാൽ നിങ്ങളുടെ പ്രീമിയം കൂടി ഫോൾ ആകുമെന്നുള്ള നിയമം നിങ്ങൾ ഓർക്കുക. ഇനി മാർക്കറ്റിലെ സ്റ്റോക്കുകളെ സംബന്ധിച്ചുള്ള ന്യൂസുകൾ നോക്കാം. HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് കമ്പനിയാണ്. ഇതൊരു സ്വകാര്യ കമ്പനിയല്ല, ഇത് ഗവൺമെൻറ് കമ്പനിയാണ്. ഗവൺമെൻറ്റിന് വലിയ രീതിയിൽ പങ്കാളിത്തമുണ്ട്. പല സമയങ്ങളിൽ ഗവൺമെൻറ് ഓഫേഴ്സൊക്കെ പ്രഖ്യാപിച്ച സ്റ്റോക്കുകളൊക്കെ സെല് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നുമല്ല ന്യൂസ്. ഈ ഡിഫൻസ് മേഖലയിൽ ഏകദേശം ഒരു 2 ലക്ഷം കോടി രൂപയാണ് ഡിഫൻസ് മിനിസ്ട്രി ഫണ്ട് പല ആയുധങ്ങളൊക്കെ വാങ്ങാനായിട്ട് അവർ അപ്രൂവ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഏകദേശം 4-5 ദിവസം മുമ്പ് ഈ ഒരു ന്യൂസ് ചർച്ച ചെയ്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോക്കായിരുന്നു HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ്. ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ട്, ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടിയിട്ട് ലൈറ്റ് വെയ്റ്റ് ഹെലികോപ്റ്ററുകളും മറ്റുള്ള ആയുധങ്ങളെല്ലാം തന്നെ നിർമ്മിക്കുന്ന ഈ ഒരു കമ്പനി ആ ഒരു ന്യൂസിന് ശേഷം ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ 9 ദിവസമായിട്ട് റാലിയാണ്. എത്രയോ % റാലി രേഖപ്പെടുന്നത്. അദാനി സ്റ്റോക്കുകളും സമാനമായ രീതിയിൽ $80 ബില്യൺ ഇവർ വിപുലീകരണത്തിന് വേണ്ടിയിട്ട്, ബിസിനസ് വിപുലീകരണത്തിന് വേണ്ടിയിട്ട് മുടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും അദാനി എൻ്റർപ്രൈസസ് ആണ് ഫോൾ ആയിട്ടുള്ളൂ. അദാനി ടോട്ടൽ ഗ്യാസ് ഇന്ന് 20% ഒരു റാലിയാണ് രേഖപ്പെടുത്തിയത്. ഇതും നമ്മൾ ന്യൂസുകളിൽ ഏകദേശം 4 ദിവസം മുമ്പേ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ സ്റ്റോക്കിൻ്റെ വിലേനെ മുന്നോട്ടും അത് താഴോട്ടും നയിക്കാനായിട്ട് ന്യൂസുകൾക്ക് വളരെ വലിയ രീതിയിലുള്ളൊരു പങ്കുണ്ട് എന്ന് കരുതി ന്യൂസ് കേട്ട ഉടനെ നമ്മൾ സ്റ്റോക്ക് ബൈ ചെയ്യുകയല്ല ചെയ്യുന്നത്. ന്യൂസ് കേട്ടു, സ്റ്റോക്കുകൾ അനലൈസ് ചെയ്യുന്നു, ഇപ്പോഴുള്ള ലെവലുകൾ ചെക്ക് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നു. ന്യൂസിന് വ്യക്തമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസാണ് സ്റ്റോക്കിൽ ഉള്ളത്. അദാനി സ്റ്റോക്കുകളിലെ കുറച്ച് നിങ്ങൾ കണ്ടിരിക്കും. അദാനി എൻ്റർപ്രൈസസും ടോട്ടൽ ഗ്യാസും എല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളെല്ലാം തന്നെ ഏകദേശം 15 ലക്ഷം മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം ദിവസങ്ങൾ കൊണ്ട് നേടി. സ്റ്റാർ ഹെൽത്ത് കമ്പനി, ഇവരുടെ CEO പറഞ്ഞിരിക്കുന്നത് ഇവരുടെ പല പ്രൊഡക്റ്റിൻ്റെല്ലാം തന്നെ വില വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു കമ്പനിയുടെ വില വർദ്ധിപ്പിക്കുന്നത്, പ്രൊഡക്റ്റുകളുടെ വില വർദ്ധിപ്പിക്കുന്നത് നിക്ഷേപകർക്ക് അതൊരു നല്ല ഒരു സൂചനയായിട്ടാണ് എടുക്കുന്നത്. സ്റ്റാർ ഹെൽത്ത് ഒരു ഇൻഷുറൻസ് മേഖലയിലുള്ള കമ്പനിയാണ്. ഓട്ടോ സെക്ടറിൽ നിന്ന് CLS എന്ന് പറയുന്ന ഒരു ബ്രോക്കറിംഗ് സ്ഥാപനം ഐഷർ മോട്ടോഴ്സ്, ഹീറോ മോട്ടോ കോർപ്പ്, ബജാജ് തുടങ്ങിയ കമ്പനികളെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. GMR എയർപോർട്ട് കമ്പനി 70 ലക്ഷം പാസഞ്ചേഴ്സ് ഈ ഒരു കാലയളവിൽ എയർപോർട്ടിലൂടെ ബിസിനസ് കിട്ടിയെന്ന് കമ്പനി അറിയിച്ചു. HCL ടെക് കമ്പനി അസ്വാക ഗ്രൂപ്പായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. യുണൈറ്റഡ് ബിവറേജസ് കമ്പനി ആൽക്കഹോളിക് ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. ഇവിടെ പുതിയ എൻട്രി ലെവൽ പ്രീമിയം ബിയർ ഇവർ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കമ്പനി തീരുമാനമെടുത്തു. ഏഞ്ചൽ 1 കമ്പനിയുടെ ക്ലയൻറ്റ് ബേസ് ഉയർന്നു എന്നുള്ള കമ്പനി അറിയിച്ചു. സ്റ്റോക്ക് ഇന്ന് റാലി രേഖപ്പെടുത്തി. ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽ കമ്പനി 48,000 കോടി രൂപയാണ് ഇവർ ലിഥിയം അയൺ ബാറ്ററിയുടെ നിർമ്മാണത്തിന് വേണ്ടി കമ്പനിയുടെ പ്ലാന്റ് നിർമ്മിക്കാൻ കമ്പനി മുടക്കുന്നത്. ഇൻഡിഗോ റെമഡീസ് അവരുടെ മെഡിസിന് US FDA അംഗീകാരം ലഭിച്ചു. മദ്രാസ് ഫെർട്ടിലൈസർ, ഇൻഡിഗോ റെമഡീസിൻ്റെ ന്യൂസാണ് നമ്മൾ കണ്ടത്. മദ്രാസ് ഫെർട്ടിലൈസർ, RCF അതായത് രാഷ്ട്രീയ കെമിക്കൽസ്, ചമ്പൽ ഫെർട്ടിലൈസർ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് ശക്തമായ റാലി രേഖപ്പെടുത്തി. ഇന്ത്യൻ ഗവൺമെൻറ് ഈ ഒരു ഫെർട്ടിലൈസർ സബ്സിഡി ഏകദേശം 13,300 കോടി രൂപ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഫെർട്ടിലൈസർ കമ്പനീസ് എല്ലാം തന്നെ റാലി രേഖപ്പെടുത്താൻ കാരണമായത്. സ്നോമാൻ ലോജിസ്റ്റിക് കമ്പനിയും പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് ഏകദേശം 8.5 ലക്ഷം സ്റ്റോക്കുകൾ അക്യൂർ ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് ഇന്ന് റാലി രേഖപ്പെടുത്തി. നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു. ബൈ ഓൾ.